ജാടേടി ഭയങ്കര ജാടയായിട്ട് നിക്കുന്ന അമ്മാവൻ. അമ്മാവൻ പറയണ കേക്ക് പിള്ളേരെ, കോച്ച് പറയണ കേക്ക് പിള്ളേരെ. പെണ്ണെ അങ്ങോട്ട്. അതെ ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ല കേട്ടോ. ഞാൻ കളഞ്ഞിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകുന്ന. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരാവശ്യം ഈ വക പറയാം. ഞാൻ അമ്മാവ ഒരു വീട് ഞാൻ ഈ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. ചുമ്മാ അത് ഇത് പറഞ്ഞ പെണ്ണ് പോയ പിന്നെ ഗ്രൂപ്പിലത് വേറെ ആളുണ്ടാവില്ല കേട്ടോ. ശരി ഇങ്ങോട്ട് നീക്കി ഡിസിപ്ലിൻ നിൽക്കണം കേട്ടാ. അതായത് പറയണ ഇത്രേ ഉള്ളൂ. എന്റെ കൊച്ച് നിക്കറൊന്ന് നേരെ കെട്ടിവേ. കുറെ നേരം ആയല്ല. അമ്മാവനല്ല കോച്ച്. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 2 ടീം ഉണ്ടാവും, 2 കോളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ടീമിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ 4 പേരാണ് 7 പേരാണ് വേണ്ടത്. അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 4 പേരെ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ആരാണോ അപ്പുറത്ത് തൊടാൻ വേണ്ടി പോകുന്നത്, അതായത് ഇങ്ങനെ കബഡി എന്ന് പറഞ്ഞ് പോകുന്ന ആളെ തീരുമാനിക്കുക. എന്നിട്ട് ആ ഒരാൾ അപ്പുറത്ത് പോവാം. അപ്പുറത്ത് പോയിട്ട് അവിടെ പോയി ഒരാളെ തൊട്ടിട്ട് തിരിച്ചുവിടെ വരണം. അവിടെ പോയി ആർക്കും പിടി കൊടുക്കരുത്. അവർ പിടിക്കാൻ വേണ്ടി നോക്കും. അപ്പം പിടി കൊടുക്കാതെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോയിൻ്റായി. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഒരാൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ പിടിച്ച് ഓടി തള്ളി കളയരുത്. ഒരു കോളം വട്ടുണ്ട്, അതിന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. അത് പാടില്ല. ആ കോളത്തിനകത്ത് നിന്നിട്ട് അവൻ നമ്മളെ തൊടാൻ വരുമ്പോൾ എല്ലാവരും കൂടെ കയറി പിടിക്കണം. പിടിച്ച അവന്മാരെ അവിടെ ആക്കിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്കൊരു പോയിന്റ് കിട്ടും. ഇനി അവൻ നമ്മളെ തൊടാൻ വന്നിട്ട് നമ്മളെ തൊട്ടിട്ട് അവൻ പോയി കഴിഞ്ഞാൽ അവന് പോയിന്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് വെറും സിമ്പിൾ ആണ്, മനസ്സിലായോ? അത്രേ ഉള്ളു കാര്യം. വെറും സിമ്പിൾ. പിടി കൊടുക്കാൻ നോക്കണം. സിമ്പിളാ. അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പോയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ശക്തി വേണം. അതിനാദ്യം നമ്മൾ എക്സസൈസ് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് മതി. തോന്നുന്നത് ഇല്ലേ? ഇപ്പൊ നല്ല സ്ഥലമുണ്ട്. ആരും മക്കളെ നിങ്ങള്? ഞങ്ങൾ സ്റ്റാർ ക്ലബിൽ നിന്ന് വന്നവരാ. എന്റെ പേര് വിഷ്ണു, ഞാനാ ഇതിന്റെ ക്യാപ്റ്റൻ. ഇവിടെ ഈ കബഡി കളിക്കാൻ വന്നവരാരാണ്? അത് നമ്മളാണ്, ഞാനും എന്റെ പിള്ളേരും. നിങ്ങളാ ഈ പെൺപിള്ളേർ? പുച്ഛമൊന്നുമില്ല. ഇവിടെ നിന്ന് കബഡി കളിക്കണമെന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാ തോന്നുന്നത്. അതിന് മുമ്പ് നമ്മൾ ജയിക്കും. എല്ലാം കളിയാ. ഇങ്ങനെ കിണിക്കല്ല മക്കളെ. ആദ്യം കളിക്കുക, എന്നിട്ട് ജയിക്കണ കാര്യമല്ല. അത് നമുക്ക് കാണാം. പിന്നെ അങ്കിളെ, നമ്മളാണ് എതിർ ടീം എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ചിലപ്പോ നിങ്ങളെ കയ്യോ കാലോ ഒക്കെ ഓടി. അതൊക്കെ 3-4 മാസം കൊണ്ട് ശരിയായിക്കോളും. എടാ മോനെ, നീയല്ലല്ലോ കബഡി മാച്ച് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കുന്നു വേണ്ട കേട്ടാ. ഞാൻ ഒന്നും പറഞ്ഞില്ല, ബാക്കി നമുക്ക് ഗ്രൗണ്ടിൽ കാണാം. നമുക്കിത് വേണോ അമ്മാവാ? എന്തായാലും അമ്മ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ, നമുക്കൊരു കൈ നോക്കാം. ഈ കൈയാണോ ആ നോക്കുന്ന കൈ? ഓടിയാ നോക്കിയാ മതി കേട്ടാ.